മലപ്പുറം റേഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പുതുവർഷത്തിലെ ആദ്യ എപ്പിസോഡുമായി എത്തുമ്പോൾ ഏവർക്കും മലബാർ എഡ്യൂസിറ്റി കുടുംബാംഗങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ദാറുൽ ഖുർആൻ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥി ഖാലിദ് സൈഫുള്ള അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് പ്രസംഗം, മാസ് വിദ്യാർത്ഥി ഷയാൻ മുസമ്മിൽ അവതരിപ്പിക്കുന്ന അറബിക് ഗാനം, NEMS മോണ്ടിസോറി വിദ്യാർത്ഥിനി അനിഖ അവതരിപ്പിക്കുന്ന മലയാളം കവിത, അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂൾ വിദ്യാർത്ഥി ഇമ്രാൻ അവതരിപ്പിക്കുന്ന മാപ്പിള ഗാനം, NEMS മോണ്ടിസോറി വിദ്യാർത്ഥിനി റിസ ഫാത്തിമ അവതരിപ്പിക്കുന്ന മലയാളം കഥ, ശാസ്ത്ര സത്യങ്ങൾ തേടുന്ന വിജ്ഞാനവീതി എന്നിവയാണ്. ഇന്ന് ആദ്യം കേൾക്കാം ദാറുൽ ഖുർആൻ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥി ഖാലിദ് സൈഫുള്ള അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് ഭാഷണം. Good morning everyone. Today I will speak on discipline. It makes life simple and good. Students need discipline in school. It helps us study well. Discipline builds good habits. It makes us responsible. Without discipline, life is hard. So discipline is the key to success. മാസ് വിദ്യാർത്ഥി ഷയാൻ മുസമ്മിലിന്റെ മനോഹര ശബ്ദത്തിൽ ഒരു അറബിക് ഗാനം കേൾക്കാം ഇനി. فيك فيك يا حبيبي فيك تنظر يا حبيبي فيك فيك يا حبيبي فيك تنظر يا حبيبي جعل الله فيك العجب وانظر نفسك يا حبي جعل لك العينين بصرا يعمل فانظر يا حبي جعل الله فيك العجب فانظر نفسك يا حبي جعل لك العينين بصرا يعمل فانظر يا حبي فانظروني يعمل إلام فافتحوا عين النيام فافتبروا يا أولي الألباب فيك فيك يا حبيبي فيك تنظر يا حبيبي فيك فيك يا حبيبي فيك تنظر يا حبيبي ما أجمل وجها علاها ما أبصر بصرا عيناها ما أجمل وجها علاها ما أبصر بصرا عيناها ما أسمع هدى وسماع ما أفسح لسان منا ما أسمع هدى وسماع ما أفسح لسان منا فيك فيك يا حبيبي فيك تنظر يا حبيبي فيك فيك يا حبيبي فيك تنظر يا حبيبي. ഇനി NEMS മോണ്ടിസോറി വിദ്യാർത്ഥിനി അനിഖ അവതരിപ്പിക്കുന്ന കവിത കേൾക്കാം. NK ദേശത്തിന്റെ ആനക്കൊമ്പൻ എന്ന കവിത. നമസ്കാരം, എൻ്റെ പേര് അനിക. NK ദേശം രചിച്ച ആനക്കൊമ്പൻ എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. അമ്പലഗോപുര നടയിലൊരാന കൊമ്പൻ ഞാൻ കണ്ടേ, മുൻപ് മുതൽക്ക് ആമയിലിത്തിരി കമ്പ എനിക്കുണ്ടേ. അമ്പലഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുൻപ് മുതൽക്കേ ആമയിലിത്തിരി കമ്പമെനിക്കുണ്ടേ. മുൻപിൽ തുമ്പ് തുളഞ്ഞു വളഞ്ഞു തുമ്പിക്കരണ്ടേ, കണ്ട മരത്തിൽ ചില്ലകൾ ചീന്ന വേണ്ട കരുത്തുണ്ടേ. മുൻപിൽ തുമ്പ് തുളഞ്ഞു വളഞ്ഞു തുമ്പിക്കര ഉണ്ടേ, കണ്ട മരത്തിൽ ചില്ലകൾ ചെയ്താൽ വേണ്ട കരുത്തുണ്ടേ. വളഞ്ഞുരുണ്ടു വെളുത്തു കൂട്ടും വളർന്നു കൊമ്പുണ്ടേ, വളരെ ചെറുത കണ്ണുകളുണ്ടേ, വലിയൊരു വയറുണ്ടേ. കാറ്റത്തിളകും ചേമ്പില മാതിരി കാതു രണ്ടുണ്ടേ, കാലുകളല്ല കറുത്ത കരികൾ തൂടുകൾ നാളുണ്ടേ.
മാതിരി കാതു രണ്ടുണ്ടേ, കാലുകളല്ല കനത്ത കരികൾ തൂണുകൾ നാലുണ്ടേ, കൂടുതൽ കുറുമ്പാ കൊമ്പരു കൂച്ചുവിലുണ്ടേ, കൂട്ടിനു നിൽപ്പുണ്ടരികിൽ പാപ്പ കുറുവടിയും കൊണ്ടേ, കൂടുതൽ ഉണ്ട് കുറുമ്പാ കൊമ്പൻ കൂച്ചുവിലുണ്ടേ, കൂട്ടിനു നിൽപ്പുണ്ടരികിൽ പാപ്പ കുറുവടിയും കൊണ്ടേ, കറുത്ത നിറവാടുടലും കാലും കഴുത്തും എന്നാലും വെളുത്ത ഭസ്മ കുറിവാൾ നെറ്റിയിൽ ഇത്തിരി പാടുണ്ടേ, കറുത്ത നിറവാടുടലും കാലും കഴുത്തും എന്നാലും വെളുത്ത ഭസ്മ കുറിവാൾ നെറ്റിയിൽ ഇത്തിരി പാടുണ്ടേ, ആളുകളേറിയ കൗതുകമോടെ കണ്ടെറിയുന്നുണ്ടേ, ആനക്കൊമ്പനെയാകെ പാടെ കാണാനഴകുണ്ടേ, ആളുകളേറിയ കൗതുകമോടെ കണ്ടെറിയുന്നുണ്ടേ, ആനക്കൊമ്പനെയാകെ പാടെ കാണാനഴകുണ്ടേ, ആനക്കൊമ്പനെയാകെ പാടെ കാണാനഴകുണ്ടേ, ആനക്കൊമ്പനെയാകെ പാടെ കാണാനഴകുണ്ടേ. നന്ദി. ഇനി ഒരു മാപ്പിളപ്പാട്ട് കേട്ടാലോ? അവതരിപ്പിക്കുന്നത് അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂൾ വിദ്യാർത്ഥി ഇമ്രാൻ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വഞ്ഞിടുവാനായി നാലെണ്ണ കൈഞ്ഞിൽ ഉണ്ടു പ്രിയേ കൽബിലുണ്ടാശ മുന്തിരി തിന്നിടുവാ, അങ്ങാരെ എന്നരുവല്ലേ നനീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വരും നാലണ കയ്യിൽ രാജകനായന്നു പ്രാണസഖി എന്നാലറിയാട്ടിലെ മീരാനെന്ന്, എന്നാലും എന്റേതായൊരു ഗൃഹമില്ല പ്രിയേ. അടുത്തതായി ഒരു ഗുണപാഠ കഥയാകട്ടെ. കഥ അവതരിപ്പിക്കുന്നത് NMS മോണ്ടിസോറി വിദ്യാർത്ഥിനി റിസ ഫാത്തിമ. കൂട്ടുകാരെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു കൊച്ചു ഗുണപാഠം കഥയാണ്. ഒരു കൃഷിയിടത്ത് പിടക്കോഴികളോടൊപ്പം 2 പൂവൻ കോഴികൾ താമസിച്ചിരുന്നു. ഒരു ദിവസം ഒന്നാമൻ പറഞ്ഞു, ഞാനാണ് എല്ലാ പിടക്കോഴികളുടെ അവകാശി. അല്ലല്ല, ഞാനാണ് അവകാശി. രണ്ടാമനും വിട്ടില്ല. തർക്കം വേണ്ട, നമുക്ക് പരസ്പരം അംഗം വെട്ടാം. ആര് ജയിക്കുന്നു അയാൾ പിടക്കോഴികളുടെ അവകാശി. ഒന്നാമൻ പറഞ്ഞു, അത് കൊള്ളാം. രണ്ടാമനും തയ്യാറായി. അവർ ഏറ്റുമുട്ടി. അല്പസമയം കഴിഞ്ഞപ്പോൾ രണ്ടാമൻ തോറ്റുപോയി. അവൻ നാണം കൊണ്ട് ഒരു മൂലയിൽ പോയി ഒളിച്ചു. ഒന്നാമന് വലിയ അഭിമാനം തോന്നി. അവൻ ചിറകടിച്ച് ഉച്ചത്തിൽ കൂവി. അവൻ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എല്ലാവരും കണ്ടല്ലോ ഞാൻ എത്ര ധീരമായ നേരിട്ടെന്ന്. ഞാനാണ് ഏറ്റവും ശക്തനായ പൂവങ്കൽ. എല്ലാ പിടക്കോഴികളുടെ അവകാശം എനിക്കാണ്. അവൻ പറന്ന്. ഒരു കഴുകൻ ഇത് കേട്ടു. അവൻ പറന്ന് വീണ് പൂവനെയും തൂക്കിയെടുത്ത് കൊണ്ടുപോയി. അപ്പോൾ രണ്ടാമൻ പുറത്തു വന്നു. ഉറക്കെ വിളിച്ച് പറഞ്ഞു, ഞാനാണിപ്പോൾ എല്ലാ പിടക്കോഴികളുടെ അവകാശി. കൂട്ടുകാരെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഈ കഥയിലെ ഗുണപാഠം അഹങ്കാരം ആപത്താണ്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക, ഉത്തരങ്ങൾ തേടിക്കൊണ്ടേയിരിക്കുക. അത്തരം ചോദ്യങ്ങളുടെ പരിണത ഫലമാണ് ശാസ്ത്രത്തിന്റെ വളർച്ചയും. അറിയാനും അന്വേഷിക്കുവാനും ഒരുപാടുണ്ടെന്നിരിക്കെ അത്തരം ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാം നമുക്ക് വിജ്ഞാനവീതിയിലൂടെ. അവതരിപ്പിക്കുന്നത് NMS വിദ്യാർത്ഥിനി കെൻസ മറിയം. നമസ്കാരം പ്രിയരെ. ഇന്നത്തെ ആദ്യ ചോദ്യം ഇതാണ്. കത്തുമ്പോൾ പുകയുണ്ടാകുന്നത് എന്തുകൊണ്ട്?
കത്തുമ്പോൾ തീയിൽ നിന്നുയരുന്ന കറുത്ത വാതക സമാനമായ ഭാഗത്തെയാണ് നാം പുക എന്ന് വിളിക്കുന്നത്. കത്തുന്ന പദാർത്ഥത്തിന്റെ ചെറിയ കരിഞ്ഞ തരികൾ, കത്തിയാൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകം, കാർബണിന്റെ തരികൾ എന്നിവയും ചൂടുള്ള വായുവും ചേർന്നതാണ് ഇത്. കത്തൽ പൂർണ്ണമായും നടന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ ഉണ്ടാകൂ. അത് അദൃശ്യവാതകമാണ്. കത്തൽ ശരിക്കും നടക്കാത്തത് കൊണ്ടാണ് പുക കറുത്തതായി കാണുന്നത്. അടുത്ത ചോദ്യം, തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? തേനീച്ചകളുടെ മൂളൽ അതിന്റെ ചിറകുകളുടെ ദ്രുതഗതിയിലുള്ള ചലനം മൂലമുണ്ടാകുന്നതാണ്. തേനീച്ച അതിന്റെ ചിറക് സെക്കൻഡിൽ 400 വട്ടം വിറപ്പിക്കുന്നു. അതിവേഗത്തിലുള്ള ഈ ചലനം വായുവിൽ ഉണ്ടാകുന്ന കമ്പനങ്ങൾ നമ്മുടെ ചെവിയിലെത്തുമ്പോൾ അത് ഒരു മൂളലായി നമുക്ക് അനുഭവപ്പെടും. രസകരമായ അറിവുകളാണ് ഇതുവരെ നാം കേട്ടത്. ഇതോടെ വിജ്ഞാന വീഥി സമാപിക്കുന്നു. അടുത്തതായി ക്യാമ്പസ് വാർത്തകൾ കേൾക്കാം. വായിക്കുന്നത് നിത നശ്വ. നമസ്കാരം. മെക്കഫം ക്യാമ്പസ് വാർത്തകളിലേക്ക് സ്വാഗതം. ക്രിസ്തുമസ് അവധിക്ക് ശേഷം NMS ജനുവരി 5 തുറന്നു. അൽഫിത്ര പ്രീ സ്കൂൾ ആനുവൽ സ്പോർട്സ് മീറ്റ് ഡിസംബർ 23 നടത്തപ്പെട്ടു. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സ്റ്റെപ്പ് ഇൻ ടു സക്സസ് എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. സിജി റിസോഴ്സ് പേഴ്സൺ ശ്രീ അൻവർ അസീസ് ക്ലാസ് നയിച്ചു. കരിയർ ഗൈഡൻസ് സീരീസിലെ 3ാമത്തെ സെഷൻ ജനുവരി 5 നടത്തപ്പെട്ടു. കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലെ സാധ്യതകൾ അറിയാനുതകുന്ന ക്ലാസ് നയിച്ചത് ട്രെയിനറും ലൈഫ് കോച്ചുമായ മില്ലറ്റ് M ചാണ്ടി സാർ ആണ്. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയെ അഭിമുഖീകരിക്കാൻ സഹായിക്കുന്ന ഓറിയന്റേഷൻ ക്ലാസും സംഘടിപ്പിക്കപ്പെട്ടു. അമൃത പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി ധന്യ ക്ലാസ് നയിച്ചു. നരിക്കുനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കിൻഡർ ഗാർഡൻ, ഗ്രേഡ് 1 എന്നിവയിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ജനുവരി 12 നടന്നു. പരപ്പനങ്ങാടി വെച്ച് നടന്ന KNM മദ്രസ സംസ്ഥാന സർഗമേളയിൽ നരിക്കുനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കി. മാപ്പിളപ്പാട്ടിൽ നിഹ്മാ നസ്രിൻ 1ാം സ്ഥാനവും ഇംഗ്ലീഷ് പ്രസംഗത്തിൽ ഇഷൽ ഫാത്തിമ 1ാം സ്ഥാനവും കരസ്ഥമാക്കി. കാലിഗ്രഫി, പദ്യപാരായണം എന്നിവയിൽ ഐഷ ഷൻഹ, ജന്ന ഫെബിൻ എന്നിവർ A ഗ്രേഡും നേടി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും വരാം. ഇതോടെ ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. കൂടുതൽ പരിപാടികളുമായി വീണ്ടും വരാം. സ്റ്റേ ട്യൂൺഡ്. മെക്കഫം. നൗ സൈനിങ് ഔട്ട്. മീ ഐഷ ഇഫ ഫാത്തിമ. മീ ഹൈറ ഷമീർ.